ദൈവത്തിൻ്റെ പരമാധികാരവും മനുഷ്യൻ്റെ ഉത്തരവാദിത്വവും എന്ന കാര്യങ്ങളാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതിന് മുൻപ് നാം ദൈവത്തിൻ്റെ മുന്നറിവും ദൈവത്തിൻ്റെ മുൻനിർണയവും ഈ വിഷയങ്ങളും ചിന്തിച്ചിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടെ ഇന്ന് നമുക്ക് ചിന്തിക്കാം. ദൈവത്തിൻ്റെ നിർണയം മനുഷ്യൻ്റെ ഉത്തരവാദിത്വത്തെ ഇല്ലാതാക്കുന്നില്ല. ദൈവത്തിൻ്റെ പരമാധികാരത്തിൽ ദൈവം ഓൾറെഡി പ്ലാൻ ചെയ്തിരിക്കുന്ന പദ്ധതികൾ മനുഷ്യൻ്റെയും കൂടെ തീരുമാനത്തിലൂടെയാണ്, അല്ലെങ്കിൽ അവൻ്റെ തിരഞ്ഞെടുപ്പിലൂടെയാണ്, അവൻ്റെ ഇച്ഛയിൽ അവനെടുക്കുന്ന തീരുമാനങ്ങളുടെ പരിണത ഫലത്തെയും കൂടെ ചേർത്ത് വെച്ചാണ് ദൈവം പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സുകൾ കവർ ചെയ്തത്. സദൃശവാക്യം അതിൻ്റെ 19-ാമത്തെ അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം, മനുഷ്യൻ്റെ ഹൃദയത്തിൽ പല വിചാരങ്ങളുമുണ്ട്, യഹോവയുടെ ആലോചന നിവൃത്തിയാകും. അപ്പം മനുഷ്യൻ പല കാര്യങ്ങളും വിചാരിക്കും. ആ വിചാരം അവൻ്റെ, നിരൂപണം അവൻ്റെ, ഹൃദയത്തിൻ്റെ ചിന്തകൾ അവൻ്റെ എന്ന് പറഞ്ഞാൽ ഡിസിഷൻ അവനാണ് എടുക്കുന്നത്. എന്നാൽ അത് ഏത് നിലയിലാണ് അത് വർക്കൗട്ടാകേണ്ടത്, അതിൻ്റെ അനന്തരഫലം എങ്ങനെയാണ് ദൈവത്തിൻ്റെ ഉദ്ദേശത്തെ നിറവേറ്റേണ്ടതെന്നുള്ളത് ദൈവമാണ് തീരുമാനിക്കുന്നത്. ഏത് കാര്യവും മനുഷ്യന് ദൈവം ഈ സ്വന്തമായി തീരുമാനിക്കാനുള്ള ഇച്ഛ ദൈവം കൊടുക്കുമ്പോൾ അതിൻ്റെ അകത്തൊരു റിസ്ക് ഫാക്ടറുണ്ട്. കാരണം ദൈവത്തിൻ്റെ മോറൽ വില്ലിനെ, ദൈവത്തിൻ്റെ ധാർമ്മിക ഇച്ഛയെ അവഗണിക്കാനും അവയോട് നോ പറയാനും കഴിയത്തക്കവണ്ണം ഉള്ള ഒരു സ്വാതന്ത്ര്യം ദൈവം മനുഷ്യന് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് മനുഷ്യൻ ദൈവത്തിൻ്റെ ഇച്ഛയെ മറികടന്ന് തൻ്റെ സ്വന്തം ഇഷ്ടം കൊണ്ട് ആ ഇച്ഛയെ മറികടന്നാലും ദൈവത്തിൻ്റെ ഉദ്ദേശത്തെ, ദൈവം ആത്യന്തികമായി പ്ലാൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങളെ അവ തകിടം മറിക്കുന്നില്ല. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, കൊല ചെയ്യരുത് എന്നത് ദൈവത്തിൻ്റെ അധാർമികമായ ഇച്ഛയാണ്. പക്ഷേ മനുഷ്യൻ ദൈവത്തിൻ്റെ ആ ഇച്ഛയെ മറികടന്ന് കൊല ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ കൊല ചെയ്യാൻ അവൻ്റെ സ്വന്തം ഇഷ്ടത്തിൽ തീരുമാനം എടുക്കുന്നു. അപ്പോൾ ദൈവം ഇച്ഛിച്ച ആ കാര്യം തൻ്റെ സോവറൻ വില്ലിലുള്ള കാര്യമല്ല, തൻ്റെ മോറൽ വില്ലിലുള്ള കാര്യമാണ്. അപ്പം മനുഷ്യന് വേണമെങ്കിൽ കൊല ചെയ്യാതെ സൂക്ഷിക്കാം, കൊലപാതകനുമാകാം. നുണ പറയരുത്, കള്ളസാക്ഷ്യം പറയരുത്, ശബത്ത് ലംഘിക്കരുത്. ഇതെല്ലാം മോറൽ ലോസാണ്. മനുഷ്യന് അവൻ്റെ സ്വന്തം ഇഷ്ടം കൊണ്ട് അതിനെ ഫോളോ ചെയ്യാം, അതിനെ ഡിസൊബേ ചെയ്യാം. അപ്പോൾ കൊല ചെയ്യരുത് എന്നത് മനുഷ്യൻ ബ്രേക്ക് ചെയ്താലും ആ കൊലപാതകം പോലും തൻ്റെ നിത്യമായ പദ്ധതിയെ എങ്ങനെ ഫുൾഫില്ല് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണമായിട്ട് കണ്ടത്. യേശുവിനെ അവർ കൊല്ലണമല്ലോ, ജീവനായകനെ നിങ്ങൾ കൊന്നുകളഞ്ഞു. അപ്പം കുല എന്ന ചെയ്യരുതെന്നുള്ള ദൈവത്തിൻ്റെ ധാർമ്മികമായ ഇച്ഛ അത് ബ്രേക്ക് ചെയ്യപ്പെട്ടു കൊല ചെയ്യുന്നതിലൂടെ. പക്ഷേ അവരുടെ കൊല ചെയ്യുക എന്ന ആ തീരുമാനത്തെ തൻ്റെ പുത്രൻ്റെ മരണത്തിനായിട്ട് ദൈവം ഉപയോഗിച്ചു. ഇപ്പോൾ ഒരു വശത്ത് മനുഷ്യർ ദൈവത്തിൻ്റെ ഇഷ്ടത്തെ അവഗണിച്ച് സ്വന്തം തീരുമാനത്തിൽ അവർ മുന്നോട്ട് പോകുമ്പോഴും, ദൈവത്തിൻ്റെ ഹിതമായ കൊല ചെയ്യരുത് എന്ന ആ കൽപ്പന ലംഘിക്കുമ്പോഴും ആ ലംഘിക്കപ്പെട്ട കൽപ്പനയുടെ പരിണതഫലം തൻ്റെ പുത്രൻ്റെ ക്രൂശ് മരണമായിട്ട് ദൈവം മാറ്റിയെടുത്തു. അപ്പം ക്രൂശിൽ നടന്ന എന്താ? കൊലപാതക. ഒരു വശത്ത് മനുഷ്യരുടെ വശത്ത് നോക്കുമ്പോൾ ദൈവം അവനെ ഏൽപ്പിച്ചു കൊടുത്തു,
അത് ദൈവത്തിൻ്റെ പദ്ധതി. മനുഷ്യർ അവനെ കൊന്നു, അത് മനുഷ്യൻ്റെ ഉത്തരവാദിത്വം. അപ്പോൾ അവർ അസൂയ നിമിത്തമാണ് അവനെ ക്രൂശിച്ചത് എന്ന് മറ്റൊരു വശത്ത് നമ്മൾ കാണുന്നു. അപ്പം അസൂയപ്പെടരുത് എന്നത് ദൈവിക കൽപ്പനയാണ്. പക്ഷേ അത് ലംഘിക്കുമ്പോഴും, മനുഷ്യനത് ലംഘിക്കുമ്പോഴും അതിൻ്റെ ഔട്ട്കം പോലും ദൈവിക ഉദ്ദേശത്തെ കർത്താവ് നിറവേറ്റാൻ ഉപയോഗിക്കുന്നു. യൂദ കള്ളസാക്ഷ്യം പറയരുത്, ഒറ്റിക്കൊടുക്കരുത്, കൂട്ടുകാരന് നേരെ നീ തെറ്റായ സാക്ഷ്യം പറയരുത്, സ്നേഹിക്കണം, അത്യാഗ്രഹം ഉണ്ടാകരുത്, ഇതെല്ലാം കൽപ്പനകളായി ദൈവം കൊടുക്കുമ്പോൾ ഇതെല്ലാം യൂദായുടെ ലൈഫിൽ തെറ്റിക്കുന്നുണ്ട്. അവൻ അത്യാഗ്രഹിയാണ്, അവൻ യേശു ക്രിസ്തുവിനെ ഒറ്റിക്കൊടുക്കുന്നു, അവൻ്റെ ഹൃദയത്തിൽ വഞ്ചനയുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ മോറൽ ലൈഫിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഉണ്ടാകരുത് എന്ന് ദൈവം തീരുമാനിക്കുമ്പോഴും ഇത് ഉണ്ടായ ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ അത്യാഗ്രഹവും കള്ളസാക്ഷ്യം പറയുന്നതും നുണ പറയുന്നതും അസൂയപ്പെടുന്നതുമായ കാര്യങ്ങളെ എല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് തൻ്റെ പുത്രൻ്റെ മരണത്തിലേക്ക് അത് എത്തിച്ചു. അപ്പം എല്ലാ മനുഷ്യൻ ദൈവത്തിൻ്റെ ധാർമ്മിക വില്ലിനെ ബ്രേക്ക് ചെയ്താൽ പോലും അതിൻ്റെ ഔട്ട്കം ദൈവത്തിൻ്റെ കൺട്രോളിലാണ് എന്നതാണ് നമ്മുടെ ധൈര്യം. അതുകൊണ്ടാണ് പിശാച് വീണുപോയ സ്വർഗത്തിൻ്റെ ദൂതനായ പിശാച് അവൻ്റെ ദൂതന്മാരും ചെയ്യുന്ന പല പ്രവൃത്തികളും, ആ ഈവിൾ ആക്റ്റുകളും ഒന്നും തന്നെ ദൈവത്തിൻ്റെ നിത്യമായ പദ്ധതിയെ മാറ്റുന്നില്ല. ഇതാണ് നാം ചിന്തിച്ചത്. നമുക്ക് ഈ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഇനിയും നമുക്ക് അതിനു മുമ്പ് വിലാപങ്ങളുടെ പുസ്തകത്തിലെ ഒരു വാക്ക് നമുക്കൊരു പക്ഷേ ചിന്താക്കുഴപ്പം പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു വചനമാണ്. 3:37-38. ഇതൊക്കെ നമ്മൾ ഏത് കോണ്ടക്സ്റ്റിൽ വായിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. കർത്താവ് കൽപ്പിക്കാതെ ആർ പറഞ്ഞിട്ടാകുന്നു വല്ലതും സംഭവിക്കുന്നത്. അപ്പം ദൈവമാണ് പരമാധികാരി, അവനാണ് സകല കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നത്. അത്യുന്നതൻ്റെ വായിൽ നിന്ന് നന്മയും തിന്മയും പുറപ്പെടുന്നില്ലയോ? അപ്പം നമ്മൾ വിചാരിക്കും ദൈവമാണ് ഇതിൻ്റെ എല്ലാം ഓതർ, സോഴ്സ്. അല്ല. ഒരു കാര്യം, ഒരു നന്മയുടെയും തിന്മയുടെയും ആത്യന്തികമായ റിസൾട്ടിനെ, ഫലത്തെ ദൈവമാണ് തൻ്റെ പദ്ധതിക്കായിട്ട് ഡിസൈൻ ചെയ്യുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം നന്മയും തിന്മയും ദൈവമാണ് പുറപ്പെടുവിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തിന്മ ദൈവത്തിൻ്റെ അല്ല, തിന്മ ചെയ്യുന്ന മനുഷ്യൻ്റെ പ്രവൃത്തിയുടെയും ഫലം, നന്മയുടെയും ഫലം ദൈവം ഒരുപോലെ തൻ്റെ പ്രവൃത്തിക്കായി ഉപയോഗിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. കാരണം അവൻ കൽപ്പിച്ചിട്ടാണ് എന്ന് പറഞ്ഞാൽ അവൻ്റെ സോവറിൻ വില്ലിന് കീഴിലാണ് നന്മയുടെയും തിന്മയുടെയും ആത്യന്തികമായ റിസൾട്ട് ഗവേൺ ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം. 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഒരു രാജത്വം സംബന്ധിച്ച് നടക്കുന്ന ഒരു സംഭവമുണ്ട്. അതായത് 2 രാജാക്കന്മാർ അതിൻ്റെ 12-ാം അധ്യായത്തിൽ ശലോമോൻ്റെ മകൻ രഹോബെയാം അവൻ രാജാവായിരിക്കുമ്പോൾ അവൻ്റെ സമയത്ത് ഈ രാജത്വം ശലോമോൻ ദൈവത്തിൻ്റെ ഹിതത്തിൽ നടക്കാതെ വന്നപ്പോൾ ശലോമോനോട് ദൈവം പറയുന്നുണ്ട്, നിന്റെ രാജ്യത്തെ ഞാൻ വിഭാഗിക്കും, നിന്റെ കയ്യിൽ നിന്ന് അതെടുത്ത് ഞാൻ അതിനെ 2ആക്കും. അങ്ങനെയാണല്ലോ ഇസ്രായേൽ യഹൂദ എന്ന 2 രാഷ്ട്രമായി അത് വിഭജിച്ചത്. ഒരു ഗോത്രം യഹൂദ ഗോത്രം രഹോബെയാമിൻ്റെ കൂടെയും ബാക്കി 10 ഗോത്രം യെരോബെയാമിൻ്റെ കൂടെ ആയി. അപ്പോൾ അത് സംഭവിക്കുന്നത് 12-ാം അധ്യായത്തിൻ്റെ 2 രാജാക്കന്മാർ 12-ന്റെ 15-ാമത്തെ വാക്യത്തിലാണ് അത് സംഭവിക്കുന്ന ഭാഗം. നമുക്ക് ഒന്ന് നോക്കാം. 12-15. ഒന്ന് രാജാക്കന്മാർ, 2 രാജാക്കന്മാരല്ല, 1 രാജാക്കന്മാർ 12-15. ഇങ്ങനെ രാജാവ് ജനത്തിൻ്റെ അപേക്ഷ കേട്ടില്ല. യഹോവ ശിലോന്യനായ അഹിയാവ് മുഖാന്തരം നെബാത്തിന്റെ മകനായ യെരോബെയാമിനോട് അരുളി ചെയ്ത വചനം നിവൃത്തിയാകേണ്ടതിന് ഈ കാര്യം യഹോവയുടെ ഹിതത്താൽ സംഭവിച്ചു. ഓക്കെ, നമുക്ക് ബാക്ക്ഗ്രൗണ്ടിലേക്ക് വരാം.
ഇവിടെ രഹോബയാം രാജാവായിരിക്കുമ്പോൾ ജനം രഹബയാമിന്റെ അടുക്കൽ ചെല്ലുകയാണ്. 1-ാമത്തെ വാക്യത്തിലുണ്ട്, രഹബയാമിനെ രാജാവാക്കേണ്ടതിന് എല്ലാ ഇസ്രായേലും ശേഖേമിൽ വന്നിരുന്നു. അവിടെ വെച്ച് ജനം രാജാവിനോടൊരു കാര്യം ചോദിക്കുന്നുണ്ട്. 4-ാമത്തെ വാക്യം, നിന്റെ അപ്പൻ ഭാരമുള്ള നുകം ഞങ്ങളുടെ മേൽ വെച്ചു, നിന്റെ അപ്പന്റെ കഠിനവേലയും അവൻ ഞങ്ങളുടെ മേൽ വെച്ചിരിക്കുന്ന ഭാരമുള്ള നുകവും നീ ഭാരം കുറച്ചു തരണം, എന്നാൽ ഞങ്ങൾ നിന്നെ സേവിക്കാമെന്ന് ഈ രാജാവിൻ്റെ അടുക്കൽ വന്ന് പറയുക. അപ്പൊ രാജാവ് അതിന് 3 ദിവസം കഴിഞ്ഞ് വാ, ഞാൻ ഉത്തരം പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ രാജാവ് ആദ്യം വൃദ്ധന്മാരായ ആൾക്കാരുടെ അടുക്കൽ ചെന്ന് ആലോചന കഴിച്ചു. ജനം ഇങ്ങനെ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഞാൻ എന്ത് ഉത്തരം പറയണം? ഞങ്ങൾ നിന്റെ ദാസന്മാരാകാം, നീ ഭാരമുള്ള നുകം കുറച്ച് തരണം, അല്ലെങ്കിൽ നുകത്തിന്റെ ഭാരം കുറച്ച് തരണം. അപ്പൊ വൃദ്ധന്മാർ പറഞ്ഞു, കുറച്ചു കൊടുക്കുക. അങ്ങനെ കുറച്ചു കൊടുത്താൽ അവരെന്ന് നിന്റെ ദാസന്മാരായിരിക്കും. അപ്പോൾ രാജാവ് ചെന്ന് യൗവനക്കാരോട് ചോദിച്ചു, ഞാൻ എന്താണ് ഉത്തരം പറയേണ്ടത്? യൗവനക്കാർ പറഞ്ഞു, നീ ചെന്ന് പറയണം, എൻ്റെ ചെറുവിരൽ എൻ്റെ അപ്പൻ്റെ അരയേക്കാൾ വണ്ണമുള്ളതായിരിക്കും എന്ന് പറഞ്ഞാൽ, എൻ്റെ അപ്പൻ ചമ്മട്ടി കൊണ്ട് ദണ്ഡിപ്പിച്ചു, ഞാനോ തേളുകൊണ്ട് നിങ്ങളെ ദണ്ഡിപ്പിക്കും എന്നുത്തരം പറയണമെന്ന് പറഞ്ഞു. രഹബയാം എന്താണ് ചൂസ് ചെയ്തത്? വൃദ്ധന്മാർ പറഞ്ഞ ആലോചനയല്ല, യൗവനക്കാർ പറഞ്ഞ ആലോചനയാണ്. 3 ദിവസം കഴിഞ്ഞ് ഈ ദാസന്മാർ, ഈ ജനങ്ങൾ രാജാവിൻ്റെ അടുക്കൽ വന്നപ്പോൾ രാജാവ് പറയുകയാണ്, എൻ്റെ അപ്പൻ ഭാരമുള്ളതെന്ന് നിങ്ങളുടെ മേൽ വെച്ചു, ഞാനോ നിങ്ങളുടെ മുഖത്തിന് ഭാരം കൂട്ടും. എൻ്റെ അപ്പൻ നിങ്ങളെ ചെമ്പട്ടി കൊണ്ട് ദണ്ഡിപ്പിച്ചു, ഞാനോ തേളുകൊണ്ട് നിങ്ങളെ ദണ്ഡിപ്പിക്കും. അപ്പോൾ അവൻ യൗവനക്കാരുടെ ആ ആലോചനയെ സ്വീകരിച്ചിട്ട് ഈ വരുന്ന മനുഷ്യരോട് വളരെ ഹാർഡായിട്ട് പെരുമാറി. ഇങ്ങനെ രാജാവ് ജനത്തിന്റെ അപേക്ഷ കേട്ടില്ല. അങ്ങനെ സംഭവിക്കണം, യഹോവയുടെ ഹിതത്താൽ അങ്ങനെ സംഭവിക്കണം. അവൻ അങ്ങനെ പറയണം. കാരണം അവൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ജനം ഇസ്രായേൽ രാജ്യത്തെ 2ആയിട്ട് വിഭാഗിക്കപ്പെടുകയാണ്. അപ്പോൾ 2ആയിട്ട് വിഭാഗിക്കപ്പെടണം. 10 ഗോത്രം യൊരോബെയാമിൻ്റെ കൂടെ നിൽക്കണം, 1 ഗോത്രം രഹോബെയാമിൻ്റെ കൂടെ നിൽക്കണം. അങ്ങനെ ഇതിനെ ദൈവം രാജ്യത്തെ 2ആക്കുക എന്നുള്ള ദൈവത്തിന്റെ ഉദ്ദേശം നിവൃത്തിയാകണമെങ്കിൽ രഹോബെയാം ഈ നിലയിൽ പെരുമാറുക എന്നുള്ള ഒരു പ്ലാൻ ദൈവത്തിന്റെ ഭാഗത്തുണ്ട്. അതുകൊണ്ടാണ് യൊരോബെയാമിനോട് അരുളി ചെയ്ത വചനം നിവൃത്തിയാകേണ്ടതിന് ഈ കാര്യം യഹോവയുടെ ഹിതത്താൽ സംഭവിച്ചു. ഇനി ഇത് ഓൾറെഡി പ്രവചിച്ചിട്ടുണ്ട്. 1 രാജാക്കന്മാരുടെ പുസ്തകം 11-ാമത്തെ അധ്യായത്തിന്റെ 29, 30, 31 വാക്യത്തിൽ, ആ കാലത്ത് ഒരിക്കൽ യൊരോബെയാം യെരുശലേമിൽ നിന്ന് വരുമ്പോൾ ശിലോന്യനായ അഹിയാ പ്രവാചകൻ വഴിയിൽ വെച്ച് അവനെ കണ്ടു. അവനൊരു പുതിയ അങ്കി ധരിച്ചിരുന്നു. 2 പേരും വയലിൽ തനിച്ചായിരുന്നു. അഹിയാവ് താൻ ധരിച്ചിരുന്ന പുതിയ അങ്കി പിടിച്ച് 12 ഖണ്ഡമായി കീറി. യൊരോബെയാമിനോട് പറഞ്ഞതെന്നാൽ, 10 ഖണ്ഡം നീ എടുത്തുകൊള്ളുക. ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ രാജത്വം ശലോമോന്റെ കയ്യിൽ നിന്ന് പറിച്ചു കീറി 10 ഗോത്രം നിനക്ക് തരുന്നു. അപ്പോൾ 10 ഗോത്രം ഈ ശലോമോൻ രാജാവായിരിക്കുമ്പോൾ ഉള്ള 12 ഗോത്രത്തിൽ നിന്ന് 10 ഗോത്രത്തെ അടർത്തി യൊരോബെയാമിന് കൊടുക്കും, അവൻ യഹോവയുടെ വഴിയിൽ നടക്കാത്തത് കൊണ്ട് എന്ന പ്രവചനം ഓൾറെഡി, അല്ലെങ്കിൽ ദൈവത്തിന്റെ നിർണയം ഓൾറെഡി ഉണ്ട്. അത് നിവൃത്തിയാകണം. പക്ഷെ അത് നിവൃത്തി ആകുന്നത് രഹോബെയാമിന്റെ തന്നിഷ്ടവും അഹങ്കാരവും നിറഞ്ഞ തീരുമാനത്തിലൂടെ. ഇങ്ങനെ യഹോവയുടെ വചനം നിവൃത്തിയാകണം. അപ്പോൾ രഹബെയാം എടുത്തിരിക്കുന്ന തന്നിഷ്ടപ്രകാരമുള്ള തീരുമാനത്തിന്റെ ഉത്തരവാദിത്വം രഹബെയാമിന്റെ. പക്ഷെ രഹബെയാം അന്ന് ആ ജനത്തോട് യൗവനക്കാരുടെ ആലോചന കേട്ട് വളരെ ഹാർഡായി തന്റെ തീരുമാനം പറഞ്ഞപ്പോൾ ഓൾറെഡി യൊരോബെയാമിനോട് ദൈവം പറഞ്ഞ പ്രവചനത്തിന്റെ നിവൃത്തിയാകുകയാണ്. ഇത് നിങ്ങൾ പിന്നീട് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ രാജത്വം 2ആയി തീരണമെന്നുള്ള ദൈവത്തിന്റെ ഹിതം നിവർത്തിക്കപ്പെടാൻ രഹബെയാമിന്റെ റോങ് ആയിട്ടുള്ള ഒരു ചോയ്സ് അവിടെ ദൈവം ഉപയോഗിക്കുക. ഈ നിലയിലാണ് ഉൽപ്പത്തി തൊട്ട് വെളിപ്പാട് വരെ ദൈവം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് നാം പറഞ്ഞത്, ദൈവം എന്താണോ തൻ്റെ പ്ലാൻ ഫിക്സ് ചെയ്തിരിക്കുന്നത് അതിലേക്കാണ് മനുഷ്യന്റെ എല്ലാ തീരുമാനങ്ങളും എത്തിച്ചേരുന്നത്. അങ്ങനെയാണെങ്കിൽ മനുഷ്യന് പ്രത്യേകിച്ച് തീരുമാനിക്കാൻ കഴിയില്ലല്ലോ. ദൈവം പറഞ്ഞ കാര്യങ്ങൾ മനുഷ്യൻ ചെയ്തേ പറ്റുള്ളല്ലോ. ദൈവം
ഫിക്സ് ചെയ്തിരിക്കുന്ന കാര്യം മനുഷ്യൻ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ മനുഷ്യൻ ഒരു മെഷീൻ പോലെയല്ലേ പ്രവർത്തിക്കുന്നത്? അല്ല, മനുഷ്യൻ ഇതൊന്നും അറിയാതെ, ദൈവത്തിന്റെ ആത്യന്തിക പദ്ധതി എന്താണെന്നറിയാതെ അവൻ തൻ്റെ സ്വന്തം ഇഷ്ടത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ ശരിക്കും പറഞ്ഞാൽ ദൈവം കൺട്രോൾ ചെയ്യുകയും അതിൻ്റെ പരിണത ഫലത്തെ ദൈവം തൻ്റെ ഉദ്ദേശത്തെ നിറവേറ്റാൻ ഉപയോഗിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഉത്തരവാദിത്വം മനുഷ്യൻ്റെ, പക്ഷേ ദൈവമാണ് പ്ലാന്, നിർണയം പൂർണ്ണമായിട്ടും ഫിക്സ് ചെയ്തിരിക്കുന്നത്. നമുക്കിങ്ങനെ വേണേൽ പറയാം, ഹാർവെസ്റ്റ് ദൈവമാണ് പ്രിയോർഡൈൻ ചെയ്തിരിക്കുന്നത്. എന്നാൽ അതിൻ്റെ ലേബർ മനുഷ്യൻ്റെയും കൂടെ ഉദ്ദേശത്തിലാണ്, മനുഷ്യൻ്റെയും കൂടെ കൈകൾ കൊണ്ടാണ്. അപ്പോൾ ദൈവം ഈ നിലയിൽ തൻ്റെ പ്രവൃത്തിയെ നിവർത്തിക്കുന്നു. ഇനി നമുക്ക് രക്ഷയോടുള്ള ബന്ധത്തിൽ ദൈവം ഓൾറെഡി കുറേ പേരെ തിരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നു, ദൈവം മുൻ നിർണയിച്ചു വെച്ചിരിക്കുന്നു. അതെ, ദൈവത്തിൻ്റെ മുൻ അറിവിൽ ദൈവം മുൻ നിർണയിച്ചു വെച്ചിരിക്കുന്നു. പക്ഷേ അത് മനുഷ്യൻ്റെ ഉത്തരവാദിത്വത്തെ മാറ്റി നിർത്തിക്കൊണ്ടല്ല എന്ന് നാം ചിന്തിച്ചു. അതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളുടെ ഞാൻ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് വേദോസ്തത്തിൽ ഒത്തിരി വാക്യങ്ങളുണ്ട്. ചില വാക്യങ്ങൾ വായിക്കാൻ നമുക്ക് തോന്നും കർത്താവ് എല്ലാം ചെയ്യുന്നത്, മനുഷ്യനെ അതിൻ്റെ അകത്ത് റോളൊന്നുമില്ല. എന്നാൽ മറ്റ് ചില വാക്യങ്ങൾ മനുഷ്യൻ്റെ റോള് അവിടെ പ്രതിപാദിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ എഫേസ്യ ലേഖനത്തിൽ വായിച്ച, എനിക്ക് തോന്നുന്നു ഓൾറെഡി വായിച്ചതാണെന്ന് തോന്നുന്നു, എഫേസ്യർ 1:4 മുതൽ 11 വരെ ദൈവം അനാദിയിലെ ദൈവം ലോകസ്ഥാപന മുമ്പ് എല്ലാം ചെയ്തിരിക്കുന്നു. ദൈവം തൻ്റെ പുത്രനിൽ നമ്മളെ ദത്തെടുത്തിരിക്കുന്നു. തൻ്റെ ഹിതത്തിൻ്റെ ആലോചന പോലെ സകലതും പ്രവർത്തിക്കുന്നവൻ്റെ നിർണയപ്രകാരം മുൻ നിയമിക്കപ്പെട്ടത് മുമ്പിൽ കൂട്ടി ക്രിസ്തുവിൽ ആശ്രയിച്ചവരായ ഞങ്ങൾ അവൻ്റെ മഹത്വത്തിൻ്റെ പൂഴ്ചയാകേണ്ടതിന് തന്നെ. ഇവിടെയെല്ലാം ദൈവം എല്ലാ കാര്യങ്ങളും ചെയ്യും. പക്ഷെ 13-ാം വാക്യത്തിൽ അവനിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട്. അപ്പോൾ നിങ്ങൾ വിശ്വസിക്കുക എന്ന നിങ്ങളുടെ തീരുമാനം, നിങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ കൂടെ ആണ് ദൈവത്തിൻ്റെ അനാദിയിലെ നിർണയം നിറവേറുന്നത്, രക്ഷാപദ്ധതിയോടുള്ള ബന്ധം. ഇനി ഞാൻ പറയാൻ പോകുന്നത് പേഴ്സണൽ സാൽവേഷനുമായിട്ട് ബന്ധപ്പെട്ട്. നമ്മൾ ബൈബിളിലൊരു വാക്യം വായിക്കുന്നുണ്ട്, അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. അപ്പം അവസാനത്തോളം സഹിച്ചു നിൽക്കുക എന്നുള്ളത് ഞാൻ ചെയ്യേണ്ട കാര്യമാണ്. പക്ഷേ വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ച് മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവർ. അപ്പോൾ അവിടെ നമ്മൾ നോക്കുന്നത് ദൈവമാണ് അത് ചെയ്യുന്നത്. വീഴാതെ വണ്ണം ദൈവത്തിൻ്റെ മഹിമാസന്നിധിയിൽ നമ്മളെ നിർത്തുവാൻ ദൈവമാണ് പ്രാപ്തൻ. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിയാണ്. അപ്പോൾ ദൈവം വീഴാതെ വണ്ണം നമ്മളെ സൂക്ഷിച്ച് മഹിമാസന്നിധിയിൽ അവൻ നിർത്തിക്കോളും. പക്ഷെ അവനെ നിർത്തുന്നതിൻ്റെ ആ നിർണയം ദൈവം മനുഷ്യൻ്റെ ഉത്തരവാദിത്തത്തിലൂടെയാണ് നിറവേറ്റുന്നത്. എങ്ങനെയാണ്? അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. നമ്മൾ ഫിലിപ്പിയ ലേഖനം 2:12-13 ദൈവത്തിൻ്റെ ഉദ്ദേശം മനുഷ്യൻ്റെ ഉത്തരവാദിത്തത്തിലൂടെ നിറവേറപ്പെടുന്നതിന് വളരെ വ്യക്തമായി നമുക്ക് വെളിച്ചം തരുന്നൊരു വചനമാണ്. 2:13 ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവുള്ളമുണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. ഇച്ഛയും പ്രവൃത്തിയും ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നാണ്. ദൈവം തിരുവുള്ളമുണ്ടായിട്ട് പ്രവർത്തിക്കുന്നു. അത് ദൈവത്തിൻ്റെ ഗുഡ് പ്ലഷറല്ല. അപ്പം നമ്മുടെ ഹൃദയത്തിൽ ഇച്ഛ തരുന്നത് ദൈവം, പ്രവർത്തിക്കുന്നത് ദൈവം. അങ്ങനെയാണെങ്കിൽ എനിക്ക് പ്രത്യേകിച്ച് മനുഷ്യൻ്റെ ഏതെങ്കിലും പ്രവൃത്തി കൊണ്ടോ ഏതെങ്കിലും ഉത്തരവാദിത്വം കൊണ്ടോ മനുഷ്യൻ്റെ ഏതെങ്കിലും നല്ല കാര്യങ്ങൾ കൊണ്ടോ അല്ല രക്ഷ നടക്കുന്നത്. കാരണം ഇച്ഛയും പ്രവൃത്തിയും ദൈവത്തിൻ്റെ ആണല്ലോ. പക്ഷെ 12-ാമത്തെ വാക്യം അങ്ങനെയല്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പിക്കും. അപ്പം രക്ഷയ്ക്കായി പ്രവർത്തിക്കുക എന്ന ആ കാര്യം എൻ്റെ റോളാണ്. അതിന് ഞാനാണ് അക്കൗണ്ടബിൾ ആയിരിക്കുന്നത്. എന്നാൽ ആ കാര്യം ചെയ്യുവാനുള്ള ഇച്ഛയും അതിനെ പ്രവൃത്തിപഥത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള കൃപയും ദൈവമാണ് തരുന്നത്. അത് എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ ദൈവം തരുന്ന കൃപയ്ക്കൊത്തവണ്ണം ഭയത്തോടും വിറയലോടും കൂടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കുക. അപ്പം ദൈവം കുറെ പേരെ മുൻനിർണയിച്ചിരിക്കുന്നു. എങ്ങനെയാണ് മുൻനിർണയിച്ചിരിക്കുന്നത്? ഭയത്തോടും വിറയലോടും കൂടെ അവരുടെ രക്ഷയ്ക്കായി അവർ പ്രവർത്തിക്കുന്നതിലൂടെ ദൈവിക ഉദ്ദേശം കൂടെ നിറവേറുന്നു. അപ്പൊ ഇത് രണ്ടും സമന്വയിപ്പിക്കപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. ഫോർ നോളജും പ്രീഡെസ്റ്റിനേഷനും എങ്ങനെയാണോ പരസ്പര പൂരകമായി നിൽക്കുന്നത്, ദൈവത്തിന്റെ സോവറൻ വില്ലും മനുഷ്യന്റെ റെസ്പോൺസിബിലിറ്റിയും എങ്ങനെയാണോ പരസ്പര പൂരകമായി നിൽക്കുന്നത് നാം കണ്ടു കഴിഞ്ഞു. അത് മനോഹരമായി സമന്വയിപ്പിച്ചിരിക്കുകയാണ് ദൈവം.
നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട്, രക്ഷ സംബന്ധിച്ച് നമ്മുടെ എങ്ങനെയാണ് ദൈവത്തിൻ്റെ സോവറൻ പ്ലാനും മനുഷ്യൻ്റെ ഉത്തരവാദിത്വവും ഏത് നിലയാണ് വർക്ക് ചെയ്യുന്നുള്ളതിന് നമ്മളിങ്ങനെ ഒരു ഉദാഹരണം കേട്ടിട്ടുണ്ട്. പല രീതിയിലാണ് ആൾക്കാർ ആ ഉദാഹരണം പറയുന്നത്. അതായത് ഈ രക്ഷാപദ്ധതി ഒരു വാതിൽ പോലെയാണ്. നിങ്ങൾ ആ വാതിൽക്ക് ചെല്ലുമ്പോൾ ആ വാതിലിൽ എഴുതിയിരിക്കുന്നത്, നിങ്ങൾ എന്നെ ഏറ്റുപറയുന്നുവെങ്കിൽ ഞാനും നിങ്ങളെ ഏറ്റുപറയും. അപ്പം നിങ്ങൾ എന്നെ ഏറ്റുപറയുന്നുവെങ്കിൽ ഞാൻ നിങ്ങളെ ഏറ്റുപറയും. 10-ാം അധ്യായം മത്തായി 10 എഴുതിയിട്ടുണ്ട്, എന്നെ ഏറ്റുപറയുന്നതിന് ഏവനെയും ഞാനും പിതാവിൻ്റെ മുമ്പിൽ ഏറ്റുപറയും. അപ്പോൾ അത് എൻ്റെ ഉത്തരവാദിത്തമാണ്. അവിടെ എനിക്ക് പാസീവായിട്ടിരിക്കാൻ കഴിയത്തില്ല. പക്ഷേ നിങ്ങൾ ആ ഡോറ്, രക്ഷയുടെ ആ വാതിൽ തുറന്ന് അകത്ത് കയറിയിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ആ ഡോറിൽ എഴുതിയിരിക്കുന്നത്, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തത്ര. അപ്പം നമ്മൾ ദൈവത്തെ തിരഞ്ഞെടുത്തിട്ടില്ല, ദൈവം നമ്മളെ തിരഞ്ഞെടുത്തത്. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു റോളും ഇല്ലല്ലോ. പക്ഷെ മറുവശത്ത് പറയുന്നത് എന്താണ്? നിങ്ങൾ എന്നെ ഏറ്റുപറയുന്നെങ്കിൽ ഞാൻ നിങ്ങളെ ഏറ്റുപറയും. അപ്പം ഞാൻ ഏറ്റുപറയും എന്ന ആ വിശ്വാസത്തിൻ്റെ ആക്ട്, അതിലൂടെയാണ് ദൈവം എന്നെ തിരഞ്ഞെടുത്തു എന്ന ആ കാര്യം ഫുൾഫില്ലാകുന്നത്. അപ്പോൾ അവിടെ ഞാൻ പാസീവായിട്ടിരിക്കുകയല്ല. ദൈവം എന്നെ തിരഞ്ഞെടുത്തു അല്ലെ മുൻനിർണയിച്ചു എന്നത് ഞാൻ കർത്താവിനെ ഏറ്റുപറയും എന്ന തൻ്റെ മുന്നറിവില്ല. അതുകൊണ്ട് മനുഷ്യന്റെ ഉത്തരവാദിത്വം ഇല്ലാതെ ദൈവം ആരെയും തന്നിഷ്ടത്തിൽ അങ്ങനെ തിരഞ്ഞെടുത്തിട്ടില്ല. പ്രത്യേകിച്ച് രക്ഷാപദ്ധതി. നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ അതിൻ്റെ 37-ാമത്തെ വാക്യത്തിൽ ഈ കാര്യങ്ങൾ സമന്വയിപ്പിക്കപ്പെട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. 6:37, പിതാവ് എനിക്ക് തരുന്നതൊക്കെ എൻ്റെ അടുക്കൽ വരും, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയില്ല. പിതാവ് തരുന്നതാണ് ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നത്. നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. പക്ഷേ എൻ്റെ അടുക്കൽ വരിക എന്നത് എൻ്റെ ഉത്തരവാദിത്തം, എൻ്റെ അടുക്കൽ വരുന്നവനെ. അപ്പം പിതാവ് തരുന്നു, എൻ്റെ അടുക്കൽ വരുന്നു. പിതാവ് തരുന്നു, അതായത് പിതാവ് തൻ്റെ ഹിതത്തിൽ, തൻ്റെ മുൻ അറിവിൽ ചിലരെ തിരഞ്ഞെടുത്തിരിക്കുന്നു. പക്ഷേ നമുക്കൊന്നും ചെയ്യണ്ടേ? എൻ്റെ അടുക്കൽ വരിക. അപ്പം വരിക എന്ന ആക്ട് എൻ്റെ ഭാഗത്ത് നിന്ന്, തരുന്നു എന്നത് ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന്. ഈ 37-ൽ പിതാവ് തരുന്നതൊക്കെ എൻ്റെ അടുക്കൽ വരുന്നു എന്നുള്ളത് 36-ാമത്തെ വാക്യം കൂടെ വായിച്ചാൽ മനസ്സിലാവും. എന്നാൽ നിങ്ങൾ എന്നെ കണ്ടിട്ട് വിശ്വസിക്കുന്നില്ല. അപ്പോൾ വിശ്വസിക്കുക എന്ന ദൈവിക കൽപ്പന നിറവേറുമ്പോഴാണ് പിതാവ് തരുന്നു എന്നത് അന്വർത്ഥമാകുന്നു. നാൽപ്പത്തിനാലാമത്തെ വാക്യത്തിൽ പിതാവ് ആകർഷിക്കാതെ ആർക്കും എൻ്റെ അടുക്ക വരാൻ കഴിയില്ല. അപ്പം ഒരാളെ രക്ഷിക്കപ്പെട്ടില്ല, പിതാവ് ആകർഷിച്ചില്ല. പിതാവ് ആകർഷിക്കുന്നവർക്കല്ലേ കർത്താവിനെ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ കുറേ പേര് നരകത്തിൽ പോകുന്നത് പിതാവ് ആകർഷിക്കാത്തതുകൊണ്ടാണോ? അല്ല. 40-ാമത്തെ വാക്യം, പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ഉണ്ടാകണമെന്നുള്ളതാണ് പിതാവിൻ്റെ ഇഷ്ടം. അതേ പിതാവിൻ്റെ ഇഷ്ടം എന്നാ? പുത്രന് വിശ്വസിക്കണം എന്നുള്ളതാണ്. അപ്പം പിതാവ് ആകർഷിക്കണം, പക്ഷെ പുത്രനിൽ വിശ്വസിക്കണം. ഇത് രണ്ടും ദൈവത്തിൻ്റെ ഇഷ്ടം. പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആരും പുത്രൻ്റെ അടുത്ത് വരുന്നില്ല. പുത്രനിൽ വിശ്വസിക്കുന്നതിന് നിത്യജീവൻ പ്രാപിക്കണമെന്നുള്ളത് പിതാവിൻ്റെ ഇഷ്ടം. അപ്പൊ പിതാവിൻ്റെ ആഗ്രഹം, പിതാവിൻ്റെ പദ്ധതി, പിതാവിൻ്റെ സോവറൻ പ്ലാൻ നിറവേറുന്നത് മനുഷ്യരുടെ പേഴ്സണൽ ചോയ്സിലൂടെയാണ്. നമുക്ക് ഈ മുടിയൻ പുത്രൻ്റെ കഥ അറിയാം. അവിടെ മകനെ വീട്ടിൽ കയറ്റണമോ വേണ്ടയോ എന്നുള്ളത് പൂർണ്ണമായും പിതാവിൻ്റെ ഉത്തരവാദിത്തം, പിതാവിൻ്റെ തീരുമാനം. ക്ഷമിക്കണോ വേണ്ടോ എന്നുള്ളതും പിതാവിൻ്റെ തീരുമാനം. മകൻ മടങ്ങി വന്നു, പിതാവ് സ്വീകരിച്ചു, പിതാവ് ക്ഷമിച്ചു. പിതാവ് ക്ഷമിക്കുന്നില്ലെങ്കിൽ അവിടെ അവന് രക്ഷയില്ല. പിതാവ് സ്വീകരിച്ചില്ലെങ്കിൽ അവനിനി ആ വീട്ടിലേക്ക് മടങ്ങി വരവില്ല. എന്നാൽ അവൻ മകനായി ആ വീട്ടിൽ വീണ്ടും സ്വീകരിക്കപ്പെട്ടത് പിതാവിൻ്റെ തീരുമാനമാണ്. പക്ഷേ ആ പിതാവിൻ്റെ തീരുമാനത്തിലേക്ക് അവന് കടന്നു കയറാൻ അവൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു തീരുമാനം ഉണ്ടായിരുന്നു. അതെന്താ? ഞാൻ എൻ്റെ അപ്പൻ്റെ ഭവനത്തിലേക്ക് പോകും,
അപ്പനോട് ഞാൻ ഏറ്റുപറയും. അപ്പം ദൈവം രക്ഷിച്ചില്ലേ ആർക്കും രക്ഷപ്പെടാൻ കഴിയത്തില്ല. യേശു ക്രൂശിൽ മരിക്കണമെന്നുള്ളത് ദൈവത്തിന്റെ സ്വന്തം തീരുമാനമാണ്. അങ്ങനെ ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ നമ്മളെല്ലാവരും നിത്യനരകത്തില്ല. അതുകൊണ്ട് അവൻ രക്ഷിച്ചില്ല ആർക്കും രക്ഷിക്കാൻ പറ്റത്തില്ല. ആ അർത്ഥത്തിൽ അവനാ നമ്മളെ തെരഞ്ഞെടുത്തത്. എന്നാൽ മറ്റൊരു പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ ഞാൻ പോയി പിതാവിൻ്റെ അടുക്കൽ ചെന്ന് എൻ്റെ പാപം ഏറ്റുപറഞ്ഞപ്പോഴാണ് പിതാവ് തൻ്റെ ആ പദ്ധതിയിലേക്ക് എന്നെ സ്വീകരിക്കുന്നത്. അപ്പം ഞാൻ ഏറ്റുപറയണം. അവിടെ എനിക്ക് പാസീവായിരിക്കാൻ പറ്റത്തില്ല. എൻ്റെ തീരുമാനം ഇറ്റ് മാറ്റർ. അത് ദൈവത്തിന് മാറ്റർ ചെയ്യപ്പെടുന്നു. അത് ദൈവത്തിന് സ്വീകാര്യമായിരിക്കുന്നത്. അത് ദൈവത്തിന് പ്രധാനമാണ്. എന്നാൽ എൻ്റെ ആ തീരുമാനം കൊണ്ടാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത്, അല്ല, ലോകസ്ഥാപനം മുമ്പ് അവൻ എന്നെ തിരഞ്ഞെടുത്തു എന്ന ഒരു സത്യം കൂടി അവിടെ കിടപ്പുണ്ട്. അപ്പം പ്രിയമുള്ളവരെ, ഇച്ഛിക്കുക, പ്രവർത്തിക്കുക, ദൈവം തിരുവുള്ളം ചെയ്തിട്ടാണ് അത് നമ്മളിൽ നടപ്പിൽ വരുന്നത്. പക്ഷേ അത് നടപ്പിൽ വരാനുള്ള മീൻസ് ഭയത്തോടും വിറയലോടും കൂടിയുള്ള രക്ഷയ്ക്കായിട്ടുള്ള എൻ്റെ പ്രവർത്തിക്കാനായിട്ടുള്ള സമർപ്പണം കൂടെ ചേർന്ന് പരസ്പര പൂരകമായി നിൽക്കുന്ന ഈ ഒരു കാര്യം വേദോത്സവത്തിൻ്റെ അടിസ്ഥാന ഉപദേശമാണ്. അതുകൊണ്ട് മുന്നറിവ്, മുൻനിർണയം പരസ്പര പൂരകമാണ്. അറിയാതെ ദൈവം നിർണയിച്ചിട്ടില്ല. ദൈവത്തിൻ്റെ പരമാധികാരവും മനുഷ്യൻ്റെ ഉത്തരവാദിത്വവും പരസ്പര പൂരകമാണ്. അതുകൊണ്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് അവൻ്റെ സ്വതന്ത്ര ഇച്ഛയിൽ കൈകടത്തി അതിൽ ഇൻ്റർഫിയർ ചെയ്ത് അതിനെ കൺട്രോൾ ചെയ്യുവാൻ ദൈവം രക്ഷാപദ്ധതിയിൽ തന്നെ ശ്രമിക്കുന്നില്ല. അത് അവൻ്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്തിരിക്കുന്നു. യു ഡു വാട്ട് യു പ്ലീസ്, ഐ ഡു വാട്ട് ഐ പ്ലീസ്. എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യുന്നു, നിനക്കിഷ്ടമുള്ളത് നിന്റെ ഇച്ഛ കൊണ്ട് നീ ചെയ്യുക. പക്ഷെ നീ നിന്റെ ഇച്ഛ കൊണ്ട് എന്താണോ ഇഷ്ടം ചെയ്യുന്നത്, ആ ഇഷ്ടം എൻ്റെ ആത്യന്തികമായ ഇഷ്ടത്തെ സെർവ് ചെയ്യത്തേ ഉള്ളൂ. അപ്പൊ എനിക്ക് ഇഷ്ടം തന്നിരിക്കുന്ന ദൈവം എൻ്റെ ഇഷ്ടപ്രകാരം ചെയ്യാൻ എന്നെ അനുവദിച്ചിട്ടുണ്ട്. എന്നാൽ അങ്ങനെ അനുവദിച്ചിരിക്കുന്നതിൻ്റെ ആ ഫലം, അതിൻ്റെ റിസൾട്ട് ദൈവത്തിൻ്റെ പരമ ഇഷ്ടത്തെ ആ ഇഷ്ടത്തിലേക്കാണ് എത്തിച്ചേരുന്നത്. അതാണ് നമ്മൾ ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാനായിട്ട് പ്രധാനമായ ഒരു കാര്യം മനുഷ്യൻ്റെ ഇഷ്ടവും അവൻ്റെ തോന്നിവാസവും അവൻ്റെ ഡിസൊബീഡിയൻസും ഈവിളും പിശാചും അവൻ ചെയ്യുന്ന പ്രവൃത്തികളും അതുകൊണ്ടുണ്ടാകുന്ന ദുരന്തങ്ങളും അവയുടെ എല്ലാം ആ തിക്ത അനുഭവങ്ങളും കൈപ്പേറിയ കാര്യങ്ങളും എല്ലാം ദൈവത്തിൻ്റെ ആത്യന്തികമായ പരമാധികാരത്തിൻ്റെ കീഴിൽ മാത്രമാണ് നിൽക്കുന്നത് എന്നതുകൊണ്ട് ആ പരമാധികാരം നമുക്ക് ഭയങ്കര സെക്യൂരിറ്റി തരും. അവന് തൻ്റെ ഒരു ഹിതമുണ്ട്, അനാദിയിലെ നിർണയം, നന്മയ്ക്കായിട്ടുള്ള നിർണയം, അവൻ്റെ മഹത്വത്തിനായിട്ടുള്ളൊരു നിർണയം, അവനോട് വിശ്വസിക്കുന്നവരുടെ നന്മയ്ക്കായിട്ടുള്ള നിർണയം. ഈ കാര്യം ഈ നിലയിലാണ് ദൈവവചനം പഠിപ്പിക്കുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. അത് അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ക്ലിയറായി എന്ന് വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.